നഗ്നനായിട്ട് ഓഫീസിനകത്ത് കയറി വരികയും ലേഡി സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ കൂടി തന്നെയാണ് ഇവിടെ നഗ്നതാ പ്രദർശനം നടത്തുകയും വെളിയിൽ വെച്ച് നമ്മുടെ മെമ്പർമാരും ഉദ്യോഗസ്ഥരും നിൽക്കുമ്പോൾ ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഫോൺ എടുത്തിട്ട് സെൽഫി എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. മദ്യലഹരിയിൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി വനിതാ പ്രസിഡന്റിനെയും മറ്റു ജീവനക്കാരെയും തുണി ഉരിഞ്ഞു കാണിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആനിക്കാട് സ്വദേശിയായിട്ടുള്ള അജിത് ഫ്രാൻസിസിനെയാണ് കീഴ്വായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 4:30 ആനിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ആദ്യം ഈ തർക്കം തുടങ്ങുന്നത്. പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ വാഹനം ഈ പഞ്ചായത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടേക്ക് ബുള്ളറ്റിലെത്തിയ അജിത് ഫ്രാൻസിസ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ഇതിന് ശേഷം ഇയാൾ തുണി ഉരിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് കയറുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ പുറത്തേക്കിറങ്ങിയ ഇയാൾ ഇവിടെ മറ്റാളുകൾക്ക് മുൻപിലും നഗ്നതാ പ്രദർശനം നടത്തി. ആളുകൾ ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച സമയത്ത് ഈ പ്രതി സ്വയമായി തന്നെ ഫോൺ എടുക്കുകയും സെൽഫി വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് കീഴ്വായ്പൂർ പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തിയതിനു ശേഷം ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷമാണ് ഈ പ്രതിയെ കീഴടക്കിയത്. എന്താണെങ്കിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവന്റെ അല്ലോ പറയേണ്ട കാര്യമുണ്ട് സാറേ. ആര് പറഞ്ഞല്ലോ? ഒന്നും മിണ്ടിയില്ലല്ലോ. പിന്നെ ഇവൻ ഈ നടുക്ക് വണ്ടി നിർത്തിട്ട് എന്നോട് ഈ ഡയലോഗ് പറയേണ്ട കാര്യമുണ്ട്. എന്നോടാ പറഞ്ഞേ? എന്റെ വീട്ടിൽ നിങ്ങളങ്ങോട്ട് പറയുന്നു. നിങ്ങളങ്ങോട്ട് പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നെ കൊണ്ടാണ് അതിലും വയലമെന്റ് കൊണ്ട് ഞാൻ ബലയിക്കുന്നു. വീട്ടിൽ പോകും. ഞാനാ പറഞ്ഞത്, സഹിച്ചാളാ പറഞ്ഞത്, സ്നേഹത്താളാ പറഞ്ഞത്. മെമ്പറ അറിയത്തില്ല. അയ്യം പറ ഡിവൈഎഫ്ഐ ഇവിടുത്തെ ഇതാണോ സംസാരിക്കണ്ടേ? എന്നാ പറഞ്ഞു? ഒരു വണ്ടി കൊണ്ട് പുറകെ നിർത്തി സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇവൻ എന്നാ പറയാൻ? പുള്ളി പറഞ്ഞല്ലോ ഒന്നും. ഞങ്ങൾ ഇവിടെ ഓഫീസിനകത്ത് ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം നഗ്നനായിട്ട് ഓഫീസിനകത്ത് കയറി വരികയും ലേഡി സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ള ഓഫീസാണിത്. ആ ലേഡി സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ കൂടി തന്നെയാണ് ഇവിടെ നഗ്നതാ പ്രദർശനം നടത്തുകയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തെള്ളി വെളിയിലിറക്കുന്നതിനിടയ്ക്കാണ് എൻ്റെ മാല വലിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ 11-ാം വാർഡ് മെമ്പർ ഡേസി വർഗീസ് മെമ്പറിൻ്റെ തുണിയെ പിടിച്ച് വലിക്കുകയും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു. വെളിയിൽ വെച്ച് നമ്മുടെ മെമ്പർമാരും ഉദ്യോഗസ്ഥരും നിൽക്കുമ്പോൾ അവരൊരു തെളിവിനായിട്ട് വീഡിയോ എടുത്തിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഫോൺ എടുത്തിട്ട് സെൽഫി എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. സെൽഫി എടുത്തിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നീട് പോലീസ് വന്നു. പോലീസുകാരടുത്തും ഇതേപോലെ തന്നെ പ്രതിരോധിച്ച് നിൽക്കുകയായിരുന്നു. ആളിനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇല്ല, നമ്മൾ ഇദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെയുള്ള താമസിക്കുന്നതാണെന്നോ ഇവിടുത്തുകാരനാണെന്നോ ഒന്നും നമുക്കറിയുകയില്ല. ഈ സജി തേക്കനാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് പുള്ളിയുടെ കൂടെ വന്നേക്കുന്നത്. ഇന്നലെ എന്താ മെമ്പറെ സംഭവിച്ചത്? ഞാനങ്ങ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടിയെ തന്നെ ഇരിക്കുന്നു. ആ സമയത്താണ് സജി തേക്കനാലിലെന്ന് പറയുന്ന ആളും അജിത്ത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളെ നമ്മളിവിടെ കണ്ടിട്ടുള്ള ആളല്ല. രണ്ടുപേരും കൂടി ഒരു ബുള്ളറ്റിൽ വരുന്നു. ഈ അജിത്ത് വണ്ടിയും കൊണ്ട് ഈ സൈഡിലോട്ട് വന്നു, ഈ ആൾക്കാർ നിൽക്കുന്നതിന് ഇടയ്ക്കോട്ട് ചോദിച്ചു, ഞാൻ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ടിൽ കയ്യാലെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടിയല്ല, എങ്കിൽ ചേട്ടാ പോകാൻ ഇടയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴത്തേന് പറഞ്ഞു, താൻ മാറ്റിയില്ലെങ്കിൽ ഞാൻ വണ്ടി ഇവിടെ കുറുകെ വെക്കാൻ പോകാമെന്ന് പറഞ്ഞ് നേരെ വണ്ടി ബാക്കിലോട്ട് കൊണ്ട് വണ്ടി കുറുകെ അങ്ങ് വെച്ചു. റോഡ് മറ്റു സൈഡിലാണ്, റോഡേ കൂടെ ലെഫ്റ്റ് സൈഡിലാണ് റോഡേ കൂടെ പോകാനായിട്ട് ഇഷ്ടംപോലെ ആവശ്യത്തിനിടയുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഷെഡിലോട്ട് വണ്ടി കയറ്റിയിട്ടു. പക്ഷേ പുള്ളി അപ്പോഴത്തേനെ ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരെയും മെയിൻലി എന്നെ കുറേ ചീത്ത വിളിച്ചു. അപ്പം ഞാനാണെങ്കിലും കുറേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് 1 മാസത്തോളം വയ്യാതിരുന്നതുകൊണ്ട് നമ്മളൊന്നും മറുപടി പറയാനോ പ്രതികരിക്കാനോ പോയില്ല. പക്ഷേ പുള്ളി പിന്നെ ചീത്ത വിളിച്ചിട്ട് നമ്മളെ വന്ന് ദേഹോപദ്രവം ചെയ്യുന്ന രീതിയിലായി. ദേഹത്തോട്ട് പിടിച്ചു തള്ളുക, ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്ന. അല്ലെങ്കിൽ ഇവിടെ ആ സമയത്ത് വരുമ്പോൾ ഞങ്ങൾ റോഡിൽ വരുന്ന സമയത്ത് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇദ്ദേഹം പിന്നീട് അങ്ങോട്ട് പ്രകോപിതനായി ഷർട്ട് ഊരിക്കളയുന്നു. അപ്പോഴത്തേനും ഇവിടെ സ്റ്റാഫൊക്കെ ബഹളം കേട്ട് വനിതാ പ്രസിഡന്റ്, 11-ാം വാർഡിലെ മെമ്പർ, ഇവരൊക്കെ വെളിയിലോട്ടിറങ്ങി വന്നപ്പോഴത്തേനും ഇവൻ ഷർട്ട് ഊരുന്നു, മുണ്ട് ഊരുന്നു, പിന്നീട് ഇവൻ്റെ അടിവസ്ത്രം ഊരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, ഇവിടെ ലേഡീസൊക്കെ ഉണ്ട്. അപ്പോഴത്തേനും ഇവനെ ഈ വനിതകൾ ഇറങ്ങി വന്നപ്പോഴത്തേനും വനിതകളെ ആക്രമിക്കുന്ന ഒരു
സംഭവത്തിലോട്ട് മാറി. നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത് തന്നെ പ്രസിഡൻറ്റിൻ്റെ മാല പൊട്ടിച്ചു, സാരിയിൽ കയറി പിടിച്ചു. ആ സമയത്താണ് പഞ്ചായത്ത് മറ്റൊരു വാർഡിലെ മെമ്പർ ഡെയ്സി വർഗീസിൻ്റെ ഷാള് വലിച്ചെടുത്തു. ഇതൊക്കെ കാണുമ്പോഴത്തേനാണ് ഞങ്ങൾ ഇടപെടുന്നത്. സ്റ്റാഫും ഒക്കെ ഇടപെട്ടു. പിന്നെ പോലീസിനെ അറിയിച്ചു. കീഴായിപ്പൂർ പോലീസ് വന്നു. ഏതാണ്ട് 5:30, 5:45 കൂടിയാണ് ഇവിടെ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ കള്ള് ഉപയോഗിക്കുന്ന ആൾക്കാരെ, നിരവധി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കള്ളാണെന്ന് തോന്നുന്നില്ല, മറ്റെന്തോ ലഹരി പദാർത്ഥങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ അജിത്ത് എന്ന് പറഞ്ഞ ആൾ എന്തെങ്കിലും മുൻപരിചയമുള്ള ആളോ, ഈ ഭാഗത്തുള്ള ആളോ ആണോ? എനിക്ക് 50 വയസ്സായി. ഈ 50 വയസ്സിനിടയ്ക്ക് അജിത്ത് എന്ന് പറയുന്ന ആളിനെ പറ്റി ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇങ്ങനെ ഇവിടെ നാട്ടുകാരാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ് ഇവൻ്റെ അപ്പനും അമ്മയും. ഇവിടെ എവിടെയോ റബ്ബർ വെട്ടുന്നതിന് വന്നു, പിന്നെ ഇവിടെ സ്ഥലം മേടിച്ചു, ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് പിന്നീട് ഇവിടെ അറിയാൻ സാധിച്ചിരിക്കുന്നു. അത് ഈ ഷർട്ടാണ് ഊരിക്കളയുന്നത്. ഷർട്ട് ഊരി കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഷർട്ട് ഊരിക്കളയുന്നത്? അത് കഴിഞ്ഞ് പറഞ്ഞാൽ കയ്യിൽ വലിച്ച് പറിച്ച് ജട്ടി ഊരിക്കളഞ്ഞു. എന്നിട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് നടന്നിട്ട് സെൽഫി എടുക്കുക. അന്നേരം ബാക്കിയുള്ളവരവിടെ നിന്ന് പലരും ആരാണ്ടോ ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ഫോട്ടോ എടുത്തു. അയാൾ തന്നെ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക, നഗ്നത കാണിച്ചുകൊണ്ട്. എന്നിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കയറി വന്ന് അതിനകത്തോട് നടന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് പറ്റുമല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. എവിടെ ഇറങ്ങാനോ എന്ത് ചെയ്യാനോ? ഇവന് കഴിഞ്ഞ ലെവലില്ല ഇവന്മാർക്കാർക്ക്. ഇതിവിടെ ആനിക്കാട് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുക. കഞ്ചാവും കള്ളും കൊണ്ട് ഇവിടെ നമുക്ക് വെളിയിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥയില്ല. ഇത് നിർത്തിയില്ലെങ്കിൽ വലിയ പാടാണ്. ഈ പ്രദേശത്ത് നൂർമാവ് കേന്ദ്രമായിട്ട് ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് കള്ളും കഞ്ചാവുമാണ്. വളരെ ഭീകരമായ അന്തരീക്ഷമാണ് ഈ വൈകിട്ട് കടകളിലൊക്കെ. ആ കടകളിലൊക്കെ നേരത്തെ അടച്ചു പോവുക. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒരു സജി തേക്കനാൽ എന്ന് പറഞ്ഞ ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ അയാൾ ഈ കള്ളുകുടിയന്മാരെ മല്ലപ്പള്ളിയിൽ നിന്നും മറ്റു പ്രദേശത്തു നിന്നുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ താമസിച്ച് ഫുഡുമൊക്കെ ആക്കി ഇയാളും കൂടി അടിച്ച് അതിൻ്റെ അകത്ത് സ്ട്രിഞ്ച് വരെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ അറിവ്. പോലീസ് വന്നിട്ട് പോലും ഇയാളെ പിടിച്ച് കയറ്റാനായിട്ട് പാടുപെട്ടു. കാര്യം ചോദിച്ചാൽ ഒരു മദ്യമാണെങ്കിൽ നമുക്കറിയാം ഒരു മിനിമം കഴിയുമ്പോഴത്തേക്ക് നിൽക്കുമല്ലോ. ഇത് 3 പേര് ഇപ്പോൾ പിടിച്ചിട്ട് ഇവനെ കിട്ടുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര ബലമാവൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിൽ ഇവന് ഇഞ്ചക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കഞ്ചാവായിരിക്കാം, ഏതോ മാരകമായ ഡ്രഗ്സ് ഇവൻ്റെ ഉള്ളിൽ ചെന്നതിൻ്റെ ഒരു ബലമായി അവനെ നമുക്ക് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താനൊന്നും ഒക്കത്തില്ല. അപ്പം പിന്നെ ഞാൻ ഇവനെ പറഞ്ഞു വിടാനായിട്ട് എൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ അതൊന്നും അവൻ അനുസരിച്ചില്ല. പക്ഷേ ഇവനാണ് ഈ തേക്കനാൽ സജി എന്ന് പറയുന്നവനാണ് ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഈ നൂറമാവ് കേന്ദ്രീകരിച്ചും ഈ പ്രദേശം കേന്ദ്രീകരിച്ചും നമുക്ക് ഒരു സ്ത്രീകൾക്ക് പോലും വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇപ്പം പേടിച്ച്. ലഹരി ഉപയോഗിച്ചെത്തിയ അജിത്ത് ഫ്രാൻസിസ് ബോധപൂർവം ഇവിടെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി വനിതാ പ്രസിഡന്റിനെയും മറ്റ് ജീവനക്കാർക്ക് മുൻപിൽ തുണി ഉരിഞ്ഞ് കാണിച്ച ആ സംഭവത്തിൽ ഇപ്പോൾ അജിത്ത് ഫ്രാൻസിസിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.